വിഷുവിനെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കത്തിൽ ചെർപ്പുളശ്ശേരി നഗരം. പടക്ക വിപണിയും സജീവമായതോടെ നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നല്ല തിരക്കാണ്. അസഹ്യമായ ചൂട് വിപണിയെ ചില സമയങ്ങളിൽ ബാധിക്കുന്നുണ്ടെങ്കിലും വൈകിട്ടോടെ ഇവ സജീവമായി. ബസ് സ്റ്റാൻഡ് പരിസരം പടക്ക കച്ചവടം കൈയടക്കിയതോടെ നല്ല തിരക്കാണ്. പടക്കങ്ങളിൽ ഇത്തവണ പീകോക്ക്, മണി ബാങ്ക് തുടങ്ങിയ ചൈനീസ് മോഡൽ തമിഴ്നാടൻ കരിമരുന്നുകളാണ് താരം. നമ്മളെ ചൂടിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കച്ചവടം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വില വ്യത്യാസങ്ങൾ അങ്ങനെ വല്ലാണ്ടൊന്നുമില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ വിലകളൊക്കെ തന്നെ ഉള്ളത്. കച്ചവട പ്രാവശ്യം എന്തായാലും ഉഷാറാണ്. എന്തായാലും കൊറോണയൊക്കെ മാറിയിട്ടുള്ള അടിപൊളി കച്ചവടമാണ്. നല്ല റെസ്പോൺസ് എല്ലാവരും വാങ്ങുന്നുണ്ട്. മാക്സിമം ചൂട് കാരണം ഉച്ചയ്ക്ക് കുറച്ച് നമുക്ക് രാവിലെ നല്ല കച്ചവടം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് കമ്മിയായി. ഇപ്പോൾ വീണ്ടും റെഡിയായി. ഇപ്പോൾ ഈ മഴ വരുന്നത് മാത്രമേ പേടിയുള്ളൂ, ബാക്കി കുഴപ്പമില്ല, ഉഷാറാണ്. ശബ്ദമില്ലാത്ത വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്നവയാണ് വിപണിയിൽ അധികവും എത്തിയിട്ടുള്ളത്. പാരച്ചൂട്ടും പൂവും ചക്രവും ഫ്ലോട്ട് ആൻഡ് ഫൗണ്ടനുമെല്ലാം വിപണി കൈയടക്കിയിട്ടുണ്ട്. ചൂട് നല്ല രീതിയിൽ ആളുകൾക്ക് പ്രശ്നമായി വരുന്നുണ്ട്. വേറെ മാർഗമൊന്നുമില്ല, നിത്യജീവിതമല്ല, അപ്പം നമ്മളങ്ങനെ പോകാൻ മാത്രമേ ഉള്ളൂ. ചൂടുണ്ട്, ഇല്ലില്ല, മഴ ഉണ്ടെങ്കിൽ കച്ചവടം കിട്ടും, ഉണ്ടാവും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഒറിജിനലിനെ പോലും വെല്ലുന്ന തരത്തിൽ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച കണിക്കൊന്ന പൂക്കൾ സുലഭമാണ്. 10 രൂപ ഓരോരോ കെട്ട്. അവിടെ 10 രൂപയ്ക്ക് ഇങ്ങനെ എത്ര കൊടുക്കും? അത് 2 10, പിന്നെ 1 10. പിന്നെ ഇതെന്താണെന്നറിയോ? അട ഉണ്ടാക്കണ ഇല, ബ്ലാസിൻ്റെ ഇല അറിയോ? ഇപ്പം കിട്ടില്ല. ഇതൊക്കെ ഈ സാധനം പ്ലാസ്റ്റിക്കിലാണ്. കണ്ടില്ല ഇതിനൊക്കെ? വെള്ളരിക്കഞ്ഞി അടുത്ത കൊല്ലം ഈ വെള്ളരിക്ക പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് വരും. ഇതും വരും. ചൂട് കാരണം മനുഷ്യനെ ഞാനൊക്കെ പറയുമ്പോൾ എത്ര സുന്ദരനാണെന്നോ, ഉണങ്ങിയിട്ട് ഇതായി. ചൂട് കാരണം ഇപ്പം പഴയ മാതിരിയാണ്. വിഷുവിനൊക്കെ ഈ സാധനം കുറവുണ്ട്. ഇപ്പം ഈ കൊല്ലം ഉണ്ടാവും അടുത്ത കൊല്ലത്തേക്ക്. ഇനിതാ ഈ വെള്ളരിക്ക അടുത്ത കൊല്ലം പ്ലാസ്റ്റിക്കിൽ വരും. കെണി കാണുന്ന വെള്ളരി പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളരിയായിട്ട് വരും. ഇപ്പം പൂവ് വന്നില്ലേ, അതേമാതിരി വരും. ഞങ്ങളെ ഘട്ടത്തിലാവുക. ഞങ്ങൾ കൊല്ലം നടത്ത കുറേ കാലമായി. കണിയൊരുക്കുന്നതിന് പഴങ്ങളും പച്ചക്കറികളും വാങ്ങാൻ പച്ചക്കറി കടകളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പച്ചക്കറി വാങ്ങാൻ വന്നതാണ് കടയിലേക്ക്. നിറഞ്ഞു ഹാപ്പിയാണ്. പച്ചക്കറി റേറ്റ് പച്ച സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. വെയിൽ കാരണം കുറച്ച് ലഭ്യത കുറവുണ്ട്. കൈപ്പക്ക, ബീൻസ്, പയർ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ. വെള്ളരിക്ക 30, 35 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. പച്ച വെള്ളരിക്ക 20, 25 അത് ചീപ്പ് റേറ്റിലാണ് പോകുന്നത്. 35 രൂപ മാക്സിമം റേറ്റ് വെള്ളരിക്കയുടെ റേറ്റ്. ഒന്നാം 30 രൂപ, 50 രൂപ. കച്ചവടത്തിന് ആൾക്കാർ വരുന്നുണ്ട്, തിരക്കൊക്കെ ഉണ്ട്. വിഷുവൊക്കെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നാട്ടിൽ വിഷു കൂടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പടക്കങ്ങൾ, സാധനങ്ങൾ, കമ്പത്തിൽ പുത്തിരിയൊക്കെ വാങ്ങാനുള്ള തിരക്കിൽ, വിഷു തിരക്കിൽ, കൊന്നപ്പൂവ്, കണിയൊരുക്കാനുള്ള തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് നടക്കുന്നുണ്ട്. വില അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ വിലയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറേ പുതിയ ഐറ്റംസൊക്കെ ഉണ്ട് മുന്നത്തെക്കാളും. അപ്പോൾ നന്നായിട്ട് തന്നെ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നന്നായി പോകണം. വിഷു പർച്ചേസിലാണ്, കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. പടക്കൊക്കെ വാങ്ങി, ഫ്രൂട്ട്സൊക്കെ വാങ്ങി സുഖമായി പോകണം. എല്ലാം വാങ്ങിച്ചു. CCN ചെർപ്പുളശ്ശേരി.